ഹലോ ഗൈസ്, വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ നേരെ അബുദാബിക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ഷാബിയയിലേക്ക് മാറിയതിന് ശേഷം കുറേ നാളായി അബുദാബിയിലേക്ക് പോയിട്ട്. അങ്ങനെ എല്ലാം റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. വേദുവിന് വേണ്ട സാധനങ്ങളാണ് ആദ്യം എടുത്തു വെക്കുന്നത്. നേരത്തെയൊക്കെ നമുക്ക് ഒരുങ്ങി നേരെ അങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നേ. ഇപ്പോൾ വേദു ഉള്ളതുകൊണ്ട് അവൾക്കുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കി എടുത്തിട്ട് പോയില്ലെങ്കിൽ പിന്നെ നമുക്ക് പണിയാവും. വേദു നല്ല ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ അച്ചു വേദുവിൻ്റെ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും ഒരു 6:45 ഡ്യൂട്ടി കഴിഞ്ഞ് നന്നായിട്ട് വിശന്നാണ് വന്നത്. പക്ഷേ അമ്മ റാഗി കൊണ്ടൊരു അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. കറക്റ്റ് നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും വേദു എണീറ്റ് കേട്ടോ. വേദുവിനാണ് യാത്രയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആൾ പുറത്തേക്ക് ഇറങ്ങിയ കണ്ണും വീഴ്ച എല്ലാം നോക്കിക്കൊണ്ടിരുന്നോളും. അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല, വിശന്നാൽ മാത്രം കരയത്തുള്ളേ. അപ്പോൾ ഞങ്ങൾ പുറത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ടാക്സി എടുക്കണം. ടാക്സിക്കാണ് പോകുന്നത്. അപ്പോൾ ടാക്സി കിട്ടാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഈവനിങ് ടൈം ആയതുകൊണ്ട് എല്ലാ ടാക്സിയും ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ടാക്സി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ടാക്സി കയറി അബുദാബിക്ക് പോവുകയാണ്. ഞങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അബുദാബിയിലെ കോർണിഷ് ബീച്ചിലേക്കാണ് കേട്ടോ. ടൈം ഏകദേശം വൈകിട്ട് 7 മണി ആയിട്ടുണ്ട്. ചൂടിനൊരു കുറവുമില്ല കേട്ടോ. ഗ്രാൻഡ് മോസ്ക് കണ്ട് ഞങ്ങൾ നേരെ പോവുകയാണ്. അങ്ങനെ നമ്മൾ കോർണിഷ് ബീച്ചിലെത്തിയിരിക്കുകയാണ്. അബുദാബിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയൊരു പ്ലേസ് ആണ് കോർണിഷ്. ഇവിടെ എത്ര തവണ വന്നാലും നമുക്ക് മതിയാകത്തില്ല കേട്ടോ. മാത്രമല്ല ഇവിടെ ഇപ്പോൾ നൈറ്റ് ബീച്ചൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നൈറ്റ് ബീച്ചൊക്കെ വേറൊരു വൈബാണ്. അപ്പം ഞങ്ങൾ വന്ന പാടെ നേരെ ബീച്ചിൻ്റെ അങ്ങോട്ട് ഇറങ്ങുവാണ്. അമ്മ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നൈറ്റ് ടൈം ആയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റിങ്സ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റുമുണ്ട്. അങ്ങനെ ഞാൻ വേദുവിൻ്റെ ബീച്ച് കാണിക്കുവാണേ. അവൾ ആദ്യമായിട്ടാണ് ബീച്ചൊക്കെ കാണുന്നത്. അവൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കോർണിഷിലേക്ക് വരുന്നതും കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേദുവിന് വിശക്കാൻ തുടങ്ങി. അവൾക്ക് നമ്മൾ കൊണ്ടുവന്ന് പാലൊക്കെ കൊടുത്ത്. അച്ചുവിനും വിശക്കുന്നുണ്ടായിരുന്നു. അച്ചു നമ്മൾ കൊണ്ടുവന്ന് അപ്പമൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നടന്നതിന് ശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ്. കാരണം രാത്രിയാണെന്ന് പറഞ്ഞാലും ചൂടിന് വലിയ കുറവൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ പോകുന്നത് അൽവാദ മാളിലേക്കാണ്. അൽവാദ മാൾ ഞങ്ങളുടെ ഫേവറേറ്റ് മാളാണ്. എപ്പോഴും ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നൊരു മാളാണ്. അപ്പോൾ മാളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും വേദു വെട്ടെല്ലാം കണ്ടപ്പോഴേക്കും അവൾ ഭയങ്കര ആക്റ്റീവായി. പക്ഷേ എത്ര ആക്റ്റീവായെന്ന് പറഞ്ഞാൽ ആൾ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ആളെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ പാലൊക്കെ കൊടുത്തിട്ട് ആളെ സെറ്റാക്കി എടുക്കണേ. അപ്പോൾ അങ്ങനെ വേദുവിന് പാലൊക്കെ കൊടുത്തപ്പോഴേക്കും ആൾ വീണ്ടും സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് അൽവാദ മാളിലെ ലുലുവിലേക്കാണ്. ലുലു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ ലുലുവിൽ നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും വേദു ഉറങ്ങി കേട്ടോ. പിന്നെ കുറേ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ നേരെ ഒരു ടാക്സി എടുത്തിട്ട് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.